നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കുടികൊള്ളട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. നമുക്കതിന് ദൈവത്തോട് പ്രത്യേകമായി നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 2 മുതൽ 27 വരെ വത്തിക്കാനിൽ വെച്ച് നടന്ന സിനഡിനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങളിലും ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ടായി. ഒരുപക്ഷെ ഈ സിനഡ് കഴിഞ്ഞതിന് ശേഷം ആ സിനഡിന്റെ സ്പിരിറ്റോടുകൂടി മെത്രാഭിഷേകം സ്വീകരിക്കുന്ന ആദ്യത്തെ മെത്രാനായിരിക്കും നമ്മുടെ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി. സിനഡിന്റെ തത്വങ്ങൾ തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഒരു സിനഡാത്മക സഭയെ കണ്ണൂരിൽ മാത്രമല്ല എല്ലായിടത്തും വളർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ, മിഷൻ. കൂടാതെ അദ്ദേഹം 3 വാക്കുകൾ കൂടി പറയാറുണ്ടായിരുന്നു: എൻകൗണ്ടറിംഗ് ജീസസ്, then listening to God and listening to people, and then discernment. ഈ വാക്കുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു സിനഡാത്മക സഭ പണിതുയർത്തുവാൻ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ കണ്ണൂർ രൂപത രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന വലിയൊരു സമ്മാനമാണ് കോട്ടപ്പുറം രൂപതക്കാരനും പള്ളിപ്പുറം ഇടവക്കാരനുമായ മോൺസിഞ്ഞോർ ഡെന്നീസ് കുറുപ്പശ്ശേരി. ഈ ഒരു ദാനത്തെ, ദൈവം തന്ന സമ്മാനത്തെ നമ്മളെല്ലാവരും സന്തോഷപൂർവം സ്വീകരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിനോടൊപ്പം നമ്മൾ പറയുകയാണ്, rejoice in the Lord always, and again I say rejoice. എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പിനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സഹായ മെത്രാന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കണ്ണൂർ രൂപത ഉണ്ടാകുവാനിടയായ ഒരു ചെറിയ സംഭവം ഞാൻ ഓർക്കുകയാണ്. ദൈവപരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂർ രൂപത സ്ഥാപിതമായത്. അഭിവന്ദ മാക്സ്വൽ പിതാവ് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സ്റ്റോറി പറച്ചിലിൽ ഈ കാര്യം എന്നോട് പറയുകയുണ്ടായി. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലുണ്ടായിരുന്ന നൻസിയോയെ കണ്ടപ്പോൾ ഒരു സഹായ മെത്രാനെ വേണമെന്ന് മാക്സ്വൽ പിതാവ് ആവശ്യപ്പെട്ടു. അപ്പോൾ അന്നത്തെ നൻസിയെ ചോദിച്ചു,
എന്തിനാണ് സഹായമെത്രാൻ? പിതാവ് പറഞ്ഞു, അങ്ങ് ഷൊർണൂർ മുതൽ, അതായത് ഭാരതപ്പുഴ മുതൽ കാസർഗോഡുള്ള ചന്ദ്രഗിരിപ്പുഴ വരെയാണ് കോഴിക്കോട് രൂപത. എനിക്ക് ഓടാൻ പറ്റുന്നില്ല, ഒരു സഹായി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന്. നാൻസി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് കോഴിക്കോട് രൂപത വിഭജിച്ച് മറ്റൊരു രൂപത സ്ഥാപിച്ചുകൂടാ? മേഷൽ പിതാവിന് അത് വലിയൊരു വിസ്മയമായിരുന്നു. മേഷൽ പിതാവ് പറഞ്ഞു, അത് നമുക്ക് ചെയ്യാവുന്നതാണ്, അങ്ങ് തീരുമാനിക്കുന്നുവെങ്കിൽ. നൻഷ്യ പറഞ്ഞു, ഉടൻ തന്നെ എല്ലാ പേപ്പറുകളും ശരിയാക്കി എനിക്ക് അയച്ചു തരൂ എന്ന്. അദ്ദേഹം വേഗം തന്നെ വേണ്ടപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് എല്ലാ പേപ്പറുകളും ശരിയാക്കി നൻഷ്യ വഴി വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ 1998 നവംബർ 5 കണ്ണൂർ രൂപത സ്ഥാപിച്ചുകൊണ്ടുള്ള വിളംബരത്തിൽ അന്നത്തെ മാർപ്പാപ്പ ഒപ്പിടുകയുണ്ടായി. 1999 ഫെബ്രുവരി 7 വളരെ ആഘോഷത്തോടുകൂടി മെത്രാഭിഷേകവും അതുപോലെ രൂപതാസ്ഥാപനവും ഒക്കെ നടന്നു. 25 വർഷം കഴിയുമ്പോൾ ഞാൻ കാണുന്നത് ദൈവം തന്ന വലിയ ഭാഗ്യമായിട്ടാണ് ഈ സഹായ മെത്രാന്. ഒരുപക്ഷെ ഇങ്ങനെ മെത്രാനെ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാർപ്പാപ്പയോട് പറഞ്ഞേനെ എന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണ്ട എന്ന്. ഏതായാലും ട്രാൻസ്ഫർ ചെയ്തു പോയി. അലക്സ് പിതാവിനാണ് ഈ സഹായ മെത്രാനെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന സഖാവ് ഇ കെ നായനാർ, അദ്ദേഹം ഒരിക്കൽ കണ്ണൂർ മെത്രാനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ മെത്രാനാണെന്നാണ്. അപ്പോൾ അലക്സ് പിതാവ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സഹായമെത്രനെ കിട്ടണമെന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് ദൈവം ഒരു സഹായമെത്രാന്, ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ അധിപനായ മെത്രാന് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളരെ പ്രശസ്തനായ വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ അലക്സ് വടക്കുംതല പിതാവ്. നിങ്ങൾ ഈ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രമുണ്ടെന്ന്. 2 കർദിനാളന്മാര്, ഒരു മുൻ നൻസിയോ, ഇപ്പോഴുള്ള 2 നൻസിയോമാർ, ആർച്ച് ബിഷപ്പുമാർ, ബിഷപ്പുമാർ, ഇതുപോലെ ആയിരക്കണക്കിന് ജനങ്ങളും ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ നമ്മുടെ മോൺസിഞ്ഞോർ ഡെന്നിസ് കുറുപ്പശ്ശേരി പറയേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. രണ്ടാമത്തെ വായനയിൽ പറയുകയാണ്, എന്റെ കൈവയ്പിനാൽ നിനക്ക് കിട്ടിയ വരത്തെ പ്രോജ്വലിപ്പിക്കണമെന്ന് നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു. നിനക്ക് നൽകപ്പെട്ടത്
ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് ശക്തിയുടെ ആത്മാവിനെയാണ്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ്, ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ്. അപ്പോൾ ആത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹത്തിന്റെ ശക്തി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ആത്മനിയന്ത്രണത്തിന്റെ ശക്തി ഉണ്ടാകുന്നു. ഈ ശക്തി ഉപയോഗിച്ച് കണ്ണൂർ രൂപതയെ മാത്രമല്ല, കത്തോലിക്ക സഭയാകമാനം വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പുതിയ സഹായം എത്രാണ് കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എപ്പോഴും ആത്മാവിൽ പ്രേരിതനായി ആത്മാവ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം തീരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ കൂടെയുള്ളവർക്കും വേണ്ടി ഒരു ടോക്ക് കൊടുക്കണമെന്ന് ഒരു കർദിനാൾ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കർദിനാൾ പറഞ്ഞു, തമാശയായിട്ട് എടുക്കരുത്, വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് പറയണമെന്ന്. അദ്ദേഹം ഒരു ടോക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഫ്രാൻസിസ് അസീസി വത്തിക്കാനിലെത്തി. കർദിനാളിനും മാർപ്പാപ്പയ്ക്കും കർദിനാൾമാർക്കും മെത്രാന്മാർക്കുമായി ടോക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിന്നു. അവരെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ് പറയുന്നത് അദ്ദേഹത്തിന് ഒരു വാചകം പോലും പറയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആകെ വിഷമത്തിലായി. അവിടെ ഉണ്ടായിരുന്ന മാർപ്പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടുമായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അദ്ദേഹം അവിടെ തല കുലിച്ചു നിന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ അധരങ്ങൾ തുറന്ന് ദൈവവചനം പ്രഘോഷിക്കാൻ തുടങ്ങി. ആ പ്രഘോഷണം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ പറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞവനായി ഇവൻ പ്രസംഗിക്കുന്നുവെന്ന്. ഇന്ന് മെത്രാനാകുന്ന പിതാവിനോടും എനിക്ക് പറയാനുള്ളത്, ആത്മാവിൽ പ്രേരിതനായി ആത്മാവ് നിറഞ്ഞവനായി ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തിയായി താങ്കൾ തീരണമെന്നുള്ളതാണ്. ഈ ഒരു സംഭവം വായിക്കുന്നത് വളരെ മനോഹരമായൊരു പുസ്തകമുണ്ട്. കാർഡിനൽ ആഞ്ചലോ കൊമാസ്തരി എഴുതിയിട്ടുള്ള പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് ദിയോ എ അമോറെ, ദൈവം സ്നേഹമാണെന്ന പുസ്തകത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് മോൺസിഞ്ഞൂറിന് വേണ്ടി ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധനായിരുന്ന കാർഡിനൽ കാർലോ മാരിയോ മർത്തീനി ലൂക്കായുടെ സുവിശേഷം 5:1-11 എടുത്തുകൊണ്ട് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് 5 കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് പറയുകയുണ്ടായി. നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ മുഴുവനും വിശദീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നാമതായി, ജീസസ് ടീച്ചേഴ്സ് പീറ്റർ that faith is a gift of God. രണ്ടാമതായി, Jesus teaches Peter his limitation. തന്റെ പരിമിതിയെക്കുറിച്ചുള്ള അറിവിലേക്ക് അദ്ദേഹത്തെ യേശു കൊണ്ടുവരുന്നു. മൂന്നാമതായി, Jesus teaches Peter the need of sharing. പങ്കുവെക്കുന്നതിന്റെ
ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. നാലാമതായി ജീസസ് ടീച്ചേഴ്സ് പീറ്റർ ഹിസ് സിൻഫുൾനെസ്, അദ്ദേഹത്തിന്റെ പാപാവസ്ഥയെക്കുറിച്ച് കർത്താവ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അഞ്ചാമതായി ജീസസ് ടീച്ചേഴ്സ് പീറ്റർ ഹിസ് മിഷൻ, തന്റെ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നീ മീൻപിടുത്തക്കാരനല്ല, മറിച്ച് മനുഷ്യരെ പിടിക്കുന്നവനാകും എന്നാണ്. നമുക്ക് ആദ്യത്തെ ഒരു ആശയം മാത്രം ഞാൻ ഏതാനും ചില വാക്കുകൾ പറയാം. ജീസസ് ടീച്ചേഴ്സ് പീറ്റർ that faith is a gift of God. വിശ്വാസം ദൈവത്തിന് ദാനമാണെന്ന് ഈശോ പത്രോസിനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്. അത് കേട്ടതിന് ശേഷം എന്താണ് യേശു അദ്ദേഹത്തോട് പറയുന്നത്? യോനായുടെ പുത്രനായ ശമയോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മദ്യയോ മാംസവും അല്ല, സ്വർഗത്തിലിരിക്കുന്ന എന്റെ പിതാവാണ്. അപ്പോൾ പത്രോസിനെ പഠിപ്പിച്ച പാഠം, നിനക്ക് കിട്ടിയ വിശ്വാസം ദൈവത്തിന്റെ ദാനമാണെന്നാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിളിക്കണമെങ്കിൽ, യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കണമെങ്കിൽ, യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ആ വെളിപാട് കിട്ടി. ആ വിശ്വാസത്തെ കണ്ണൂരിൽ കത്തി ജ്വലിപ്പിക്കുന്ന ദീപമായി ജ്വലിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി മോൺസിഞ്ഞൂറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എവിടെ പോയാലും ഈ ഒരു വിശ്വാസം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് മനുഷ്യരിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ സംസ്കാരം, എ ന്യൂ കൾച്ചർ, എ കൾച്ചർ ഓഫ് ലവ്, എ സിവിലൈസേഷൻ ഓഫ് ലവ്, അത് നമുക്ക് ചുറ്റും വളർത്തിക്കൊണ്ടുവരുവാൻ ഈ പുതിയ മെത്രാന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പാപങ്ങൾ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു നോവലുണ്ടല്ലോ, വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ളതാണത്. ഫ്രഞ്ച് സാഹിത്യകാരൻ അതിലൊരു ബിഷപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുകയാണ്. ആ കഥയില് ജീൻ വാൾ ജീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ ജയിലിലായിരുന്നു. എന്തോ പ്രശ്നം മൂലം അവൻ ജയിലിലാക്കപ്പെട്ടു. അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ അവന് പോകാനൊരിടമില്ല. അവൻ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു. ആ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ്. ഡോറിലെ ബെല്ലടിച്ചു. അവിടേക്ക് വന്നത് ആ സ്ഥലത്തെ മെത്രാനായിരുന്നു. മെത്രാന്റെ ഭവനമായിരുന്നു അത്. ഈ ജയിൽ പുള്ളി കാര്യങ്ങളെല്ലാം മെത്രാനോട് പറഞ്ഞു. മെത്രാൻ വരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അവന് ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവന് കിടക്കുവാനുള്ള സൗകര്യം പോലും
ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം ഉറങ്ങാൻ പോയി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ, കള്ളനെപ്പോഴും കള്ളൻ തന്നെയാണല്ലോ, അയാള് അവിടെ ഉണ്ടായിരുന്ന ബിഷപ്പിന്റെ മെഴുകുതിരിക്കാലുകൾ, ബിഷപ്സ് കാൻഡിൽ സ്റ്റിക്ക് എന്നാണ് അതിനെ പറയുന്നത്, അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അത് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞു. പക്ഷേ കുറച്ചടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് അയാളെ പിടിച്ചു. എവിടെന്നാ ഇത് എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്സ് ഹൗസിൽ നിന്നാണെന്ന് പറഞ്ഞു. അവനെയും കൂട്ടിക്കൊണ്ട് രാത്രി തന്നെ മെത്രാന്റെ അടുക്കലേക്ക് വന്നു. മെത്രാനെ വിളിച്ചുണർത്തി. മെത്രാനോട് പറഞ്ഞു, ഇതായി മെഴുകുതിരിക്കാലുകൾ താങ്കളുടേതാണ്, ഇതിവൻ ഇവിടുന്ന് കട്ടുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു. മെത്രാനോട് തന്നെ പറഞ്ഞു, അവൻ അതിവിടുന്ന് കട്ടെടുത്തതല്ല, ഞാൻ അവന് കൊടുത്തതാണ്. പോലീസുകാർ ഞെട്ടിപ്പോയി. കാരണം പോലീസുകാർക്കറിയാമായിരുന്നു അത് കട്ടെടുത്തതാണെന്ന്. പോലീസുകാർ ചോദിക്കുകയാണ്, ഇവനെ താങ്കൾ അറിയുമോ? പെട്ടെന്നായിരുന്നു മെത്രാന്റെ ഉത്തരം. അദ്ദേഹം പറഞ്ഞു, ഹീസ് മൈ ബ്രദർ, ഹീസ് മൈ ബ്രദർ. പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി. എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആകാശം പോലെ വിശാലമായ മനോഭാവമുള്ള, ചക്രവാളം പോലെ ഉള്ള മനോഭാവമുള്ള, വിശാല മനോഭാവമുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ ഒരു പാഠം ഇന്നിവിടെ പറഞ്ഞത്, ഈ അഭിമന്യ പിതാവ് എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഈ കണ്ണൂരിലെ ജനങ്ങളിലേക്ക് ജാതി നോക്കാതെ, മതം നോക്കാതെ, പാർട്ടികൾ നോക്കാതെ ഒക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം നമുക്ക് ചുറ്റും ഉണ്ടാക്കാൻ വേണ്ടി ഈ സഹായം എത്താൻ പരിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു.